ആർ യു പേഴ്സൺ ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ അതേഴ്സ് ബിസിനസ്? വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണോ നിങ്ങൾ? എന്ത് ചോദ്യമല്ലേ. മലയാളിയുടെ ക്യാരക്ടറിസ്റ്റിക് റൈറ്റാണ്. നമുക്ക് നമ്മളെക്കാട്ടി കൂടുതൽ കാര്യം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഒന്ന് അറിയാനും അതൊക്കെ ഒന്ന് എത്തി നോക്കാനും അയൽവക്കത്ത് എന്താ നടക്കുന്നതെന്നും അവൻ അല്ലെങ്കിൽ അവള് അവൻ എങ്ങനെയുള്ള ആളാണ്, അവൾ എങ്ങനെയുള്ള ആളാണ്, അവർ ഫേക്കാണോ റിയലാണോ, എന്നാലും അവനെന്താ ഇങ്ങനെ, അവളെന്താ ഇങ്ങനെ, ഒന്ന് അറിയണമല്ലോ അല്ലേ. സെലിബ്രിറ്റീസ്, അവരുടെയൊക്കെ ഒരു ലൈഫ് എന്നാ സെറ്റപ്പ് അല്ലേ. അതിലേക്കുള്ളൊരു എത്തിനോട്ടം, ഇതൊന്നും ഇല്ലാതെ പറ്റില്ല അല്ലേ നമുക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ. ചില ടി വി ഷോസൊക്കെ വേണം, ഞാൻ ഒരു ഷോവിൻ്റെയും പേരൊന്നും എടുത്ത് പറയണില്ല കേട്ടോ. ആൾക്കാരുടെ ക്യാരക്ടർ ഫേക്കാണോ റിയലാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തറിയാനും ആ ടി വി ഷോ ഒക്കെ കാണാൻ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. ആ ടി വി ഷോ ഒക്കെ വെച്ച് കാശുണ്ടാക്കുക മലയാളിയുടെ മനസ്സറിഞ്ഞ് അതൊക്കെ വിറ്റ് പണമാക്കുന്ന ആൾക്കാരെ ഇങ്ങനത്തെ ഷോസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എല്ലാത്തിലും നല്ലതുണ്ട് കേട്ടോ, നല്ലതും ചീത്തയൊക്കെ എടുക്കാം. ഓക്കെ, ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ഡൂയിങ് ദിസ് ഇയർ, സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിലേക്കാണ് കേട്ടോ. നമ്മളുടെ ഫാമിലി, നമ്മളുടെ വൈഫ്, നമ്മുടെ കിഡ്സ്, നമ്മുടെ പേരൻസ്. ഡോണ്ട് ഫോളോ എനി സെലിബ്രിറ്റീസ്. ജസ്റ്റ് അവരെ നോക്കി കാണുക, അവരുടെ ഇതെല്ലാം നല്ലതൊക്കെ എടുക്കുക, അത് ബാക്കി അങ്ങ് എല്ലാം കളഞ്ഞേക്കുക. ഓക്കെ, ടേക്ക് ഓൺലി ദ ഗുഡ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കൊരു സെലിബ്രിറ്റി ആവണം. ഓക്കെ, നമ്മൾ ഇച്ചിരിയെങ്കിലും ഫേമസ് ആവാൻ എന്നെ ആഗ്രഹിക്കാത്ത ആരല്ലേ. നമ്മളെല്ലാവർക്കും ഒന്ന് ഫേമസ് ആവണം, 4 പേര് അറിയണ ആളാവണം. ഓക്കെ, അപ്പോൾ ഈ തോട്ട് മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ പോയി. ഇൻസ്റ്റഡ് എൻജോയ് വാട്ട് യു ഡൂയിങ്, എൻജോയ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോട് അതെല്ലാവരും ഫേമസ് ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടേക്കണമല്ലേ. ഞാനും ചുമ്മാ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എൻജോയ് വാട്ട് യു ഡൂയിങ്, യു ലൈക്ക് ആൻഡ് ഡു ദാറ്റ് ദ മോസ്റ്റ്, ഓട്ടോമാറ്റിക്കലി തിങ്സ് വിൽ ഫോളോ. അങ്ങനെയാണ് എല്ലാ ഫേമസ് ആയേക്കണവരും പറഞ്ഞേക്കുന്ന കാര്യങ്ങളും അത് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇനി ഈ റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ അല്ലേ, നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചറിയാം, നമുക്കൊക്കെ ഒരു ബഹുമാനം, നമ്മളെയൊക്കെ ഒന്ന് ബഹുമാനിക്കണം, ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് ബഹുമാനിക്കണമെന്ന് തോന്നണവരാണ് അല്ലേ എല്ലാവരും. പക്ഷെ ആ തോട്ടുള്ളിലുണ്ടോ നമുക്ക് നമ്മളെ ബഹുമാനിക്കണം. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ഈ മുതിർന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രായമായവർ, ഒരു 70 above, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിട്ടയർഡ് ജഡ്ജസ്, റിട്ടയർഡ് അങ്ങനെ വലിയ വലിയ സ്ഥാനത്തിരുന്ന് റിട്ടയർ ആയേക്കുന്നവർ കേട്ടോ, അവരൊക്കെ ആ ഒരു റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ, അവരത് എൻജോയ് ചെയ്ത് അവരത് ശീലമായി അവർക്ക്. ഓക്കെ, അപ്പോൾ ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ജഡ്ജസൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ആൾക്കാരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുമല്ലോ. അവരുടെ പ്രൊഫഷണൽ ആൾക്കാർ പേടിച്ചിട്ട് റെസ്പെക്ട് ചെയ്യും. അത് കഴിഞ്ഞായാലും ഫാമിലി സെറ്റപ്പിൽ വന്നാലും നമ്മളെല്ലാവരും അവർ റെസ്പെക്ട് ചെയ്യും. ഇപ്പം അവർക്കത് കിട്ടിയിട്ടുണ്ടല്ലോ, അവർക്കത് കിട്ടാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ അവർ ഒഫൻസീവ് ആവും. പിന്നെ ഇപ്പോൾ ഒരു ഫംഗ്ഷനിലൊക്കെ വെച്ചിട്ട് സാധാരണക്കാരൻ ഒരുത്തൻ വന്നിട്ട് അവൻ വേറെ എന്തെങ്കിലും ചിന്തിച്ചപ്പോൾ പറഞ്ഞതായിരിക്കും ഇത് ചെയ്തിട്ട്, അപ്പോൾ അത് ഒഫൻഡഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴത്തേക്ക് വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാവരും ആ ജഡ്ജിൻ്റെ സൈഡിലേക്ക്. ബാക്കി പാവപ്പെട്ടവന് അവൻ്റെ സ്ഥിതി എന്താണെന്ന് പോലും ആലോചിക്കാൻ ആർക്കൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഇതുണ്ടോ, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു തോട്ടും മനസ്സിൽ നിന്ന് കളയാം. ഓക്കെ, ഓക്കെ. മഹാത്മാഗാന്ധി ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്, പീരീഡ്. മഹാത്മാഗാന്ധി വെറും ഒരു മനുഷ്യനാണ്, സ്റ്റോപ്പ്, പീരീഡ്, ഫുൾ സ്റ്റോപ്പ്. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു മനുഷ്യനാണ്, പീരീഡ്, ഫുൾ സ്റ്റോപ്പ്. മോഹൻലാൽ ആക്ടർ, ഗുഡ് ആക്ടർ, ഹീസ് എ ഹ്യൂമൻ ബീങ്, പീരീഡ്. മഹാത്മാഗാന്ധിയുടെ മുകളിലെ ലെവലിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ബട്ട് വെരി സെൻസിറ്റീവ്, ഹൈലി സെൻസിറ്റീവ്. സോ ഐ എം സ്റ്റോപ്പിംഗ് വിത്ത് ദിസ്. ഓക്കെ, സോ ഒന്നുകൂടി ചിന്തിച്ചു നോക്കട്ടോ ഈ ഒരു കാര്യങ്ങൾ. ടേക്ക് എനിത്തിങ് ഗുഡ് ആൻഡ് ലീവ് ദ ബാഡ്. ഓക്കെ, താങ്ക് യു.